ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണ ഏതെങ്കിലും കേക്ക് ആയാലും മൈദയിലാണ് ഉണ്ടാക്കാറുള്ളത് അല്ലേ? അതുപോലെ തന്നെ മുട്ട കാണും, ബട്ടർ കാണും, എന്നിട്ട് ഓവനിൽ വെച്ചൊക്കെയാണ് കേക്ക് ഉണ്ടാക്കി എടുക്കാറുള്ളത്. ഞാനും സാധാരണ അങ്ങനെയായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നത്. എന്നാൽ മൈദ അത്ര നല്ലതല്ലല്ലോ നമ്മുടെ ശരീരത്തിന്. അത് കാരണം ഞാൻ ഗോതമ്പ് പൊടി വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഉണ്ടാക്കിയ ഒരു നോട്ടമെന്നുള്ളത് വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ആ കേക്ക് മറ്റു മൈദ വെച്ചുണ്ടാക്കുന്നതിനെക്കാട്ടിലും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഗോതമ്പ് പൊടിയാണെന്ന് പറയത്തില്ല, അതുപോലെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. ഇതിനകത്ത് മുട്ടയോ അല്ലെ ബട്ടറോ ഒന്നുമില്ല. ഓവനകത്തും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാൻ കുക്കറിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമുക്കതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 3 സ്പൂൺ പാൽപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഒരു 2-3 പ്രാവശ്യമായിട്ട് അരിപ്പയ്ക്കകത്ത് കുഴഞ്ഞെടുത്തിട്ടുണ്ട്. ടോട്ടല് 1/2 കപ്പ് പഞ്ചസാരയാണ്. അത് ഞാൻ അല്പം മാറ്റി എടുത്തിട്ടുണ്ട്. കാര്യം അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും ഒരു ഏലക്കായും അല്പം ജാതിക്കാക്കുരും കൂടിയിട്ട് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇത് ഈ പാനിലേക്ക് ഇടുകയാണ് പഞ്ചസാര. കാരമൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്. ഫ്ലെയിം ഒത്തിരി കൂട്ടി വയ്ക്കല്ലേ, കരിഞ്ഞു പോവും. പിന്നെ കരിയുടെ ചൊവയായിരിക്കും നമ്മുടെ കേക്കിന് വരുന്നത്. പഞ്ചസാര ചെറുതായിട്ട് ഉരുകി വരുന്നുണ്ട്. പഞ്ചസാര എല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ പൊടിച്ചു വെച്ച പഞ്ചസാരയും വിടുവാണ്. ഇത്രയും ആയാൽ മതിയെ. കുറച്ചുകൂടെ കളർ കൂടി പോയി കരിഞ്ഞു പോവും. ഇത്രയും വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ചൂടുവെള്ളമേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ ആ പഞ്ചസാര സിറപ്പ് എല്ലാം കൂടെ കട്ടി പിടിച്ച് അങ്ങനെ കൂടിയിരിക്കും. പിന്നെ ഒത്തിരി താമസമാണ് നമുക്ക് അത് ഇളക്കി ഒന്ന് അലിയിച്ചെടുക്കണേ. ഞാൻ കുറച്ച് വൈനിലേക്ക് ഈന്തപ്പഴം, ചെറിയ ഉണക്കമുന്തിരി, ഇത്ര എൻ്റെ ഉണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ, അതുപോലെ ഓറഞ്ചിന്റെ തോടി ഞാൻ വിളയിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചതാണ്. അധിക സമയമൊന്നും വെച്ചില്ല, ഒരു 4-5 മണിക്കൂറായി കാണും, അത്രയും ആയുള്ളൂ കേട്ടോ. അധികം സമയം വെക്കണമെന്നില്ല. അത് ഇതിലേക്കൊന്ന് ഇടുവാണേ. ചെറുതായിട്ടൊന്ന് ഈ വെള്ളം പറ്റുമ്പോഴത്തേനും, നമ്മളിപ്പോ ഒഴിച്ച വെള്ളമില്ലേ, അതൊന്ന് പറ്റി വരുമ്പോഴത്തേനും ഇതൊന്ന് വെന്ത പോലെ ആവും. ഞാൻ നേരത്തെ ഓവനകത്തായിരുന്നു കേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനകത്ത് മുട്ടയും ബട്ടറും എല്ലാം ചേർത്തായിരുന്നു. ഇപ്പൊ 100 ഗ്രാം മൈദയാണെങ്കിൽ 100 ഗ്രാം ബട്ടർ, 100 ഗ്രാം ഷുഗർ, മുട്ടയായാലും 100 ഗ്രാം, എല്ലാം ഈക്വൽ ആയിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ 1-2 തവണ ഇതുപോലെ പ്ലം കേക്ക് കുക്കറിൽ വെച്ചുണ്ടാക്കിയപ്പോ എനിക്ക് ആ ഓവനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റുമാ, നല്ല ടേസ്റ്റും ഉള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യുന്നത്. മുട്ടയും യൂസ് ചെയ്യത്തില്ല, ബട്ടറും ഇതിനകത്തില്ല കേട്ടോ. അതിനകത്ത് പക്ഷെ ഞാൻ ഉരുക്കിയ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇത്രയും മതി. ഇതിന്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് കൂടുതൽ വെള്ളം പറ്റിക്കാൻ പോയാൽ തണുത്ത് വരുമ്പോൾ നല്ല കട്ടയായിട്ട് കുറുകി പോകും കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കാം. ആ വലിയ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഉരുക്കിയ നെയ്യാണ്. ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വൈനകത്ത് സോക്ക് ചെയ്ത് വെച്ചത്. സാധാരണ ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പൊ കുറെ പേരൊക്കെ പറയുന്നത് കേട്ടു, ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്, ആ ടേസ്റ്റ് നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നിയ കേക്കിന്റെ മുൾഭാഗം ഇങ്ങനെ ചെറിയൊരു ഒട്ടല് പോലെ ഏറ്റവും മുകളിലായിട്ട്, ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വൈനകത്ത് തന്നെ ഇങ്ങനെ സോക്ക് ചെയ്തത്. മാത്രമല്ല, ഇതുവരെ ഞാൻ ഗോതമ്പ് പൊടി വെച്ച് ഞാൻ ചെയ്തിട്ടില്ല കേക്ക്. കാര്യം നമ്മൾ മൈദ വെച്ചാണല്ലോ സാധാരണ കേക്ക് ഇടുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും ഞാൻ പറയും കേട്ടോ. ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പൂടെ ചേർക്കുവാണ്. ഇതിപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. 2 സ്പൂൺ തൈരാണ്. തൈര് അതിലേക്ക് ഇടുക. നല്ലതുപോലെ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഒരേ ഡയറക്ഷനിൽ വേണം ഇത് ഇളക്കാന്. അതായത് ഇങ്ങനെ ഇളക്കല്ലേ, ഒരേപോലെ ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ഈ തവേ തന്നെ വെച്ച് അങ്ങ് എടുത്തന്നേ ഉള്ളൂ, വേറെ പല പാത്രം എടുക്കണ്ടല്ലോ അതിന്.
ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്ക് പാല് ഇടയ്ക്ക് പൊടി അങ്ങനെ ആക്കി മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു പരുവം കേക്കിന്റെ ആ ഒരു ബാറ്ററിലാക്കി എടുക്കണേ. ഈ പരുവത്തില് കേക്കിന്റെ ബാറ്റർ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. കുക്കറിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. സൈഡിലും അകത്തുമായിട്ട് കുറച്ച് ബട്ടർ തേച്ചു. പിന്നെ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയാണ്. രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ വരുന്ന പോലെ. പിന്നെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് ചൂടാക്കണം കുക്കറ്. കുക്കർ ഇപ്പൊ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പിന്റെ തവ ഞാൻ വെക്കുവാണേ. ഇനി തവയൊന്ന് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഏറ്റവും സിമ്മിൽ ഇടണേ. തവ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബാറ്റർ കുക്കറിലേക്ക് ഇടാം. ഇപ്പൊ ബാറ്റർ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തവ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കുക്കറ് ഇതേപോലെ വെക്കും. ഇതാ അടപ്പിന്റെ വാഷറില്ല, വിസിലില്ല. ഒരു 3/4 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരുന്നതിന് ശേഷം മാത്രമേ ഞാനിത് തുറന്ന് നോക്കത്തുള്ളേ. 3/4 മണിക്കൂറായപ്പോ ഞാനിന്ന് നോക്കിയായിരുന്നേ, ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായേ. തീ കണ്ടോ, ഉണ്ടെന്ന് അറിയത്തു പോലും ഇല്ല. അതുപോലെ ഓഫ് ആക്കിയേക്കാം. ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ പേപ്പർ വെച്ചതുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ എടുക്കാൻ എളുപ്പമായിരുന്നേ. നല്ല സോഫ്റ്റ് ആണ്ട. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഗോതമ്പ് പൊടി വെച്ചെടുക്കുന്നേ. ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ബട്ടർ പേപ്പർ എടുക്കാൻ ഇച്ചിരി പാട്, ഒട്ടിയിരിക്കുന്ന പോലെ. ആഹാ, നല്ല സോഫ്റ്റ് ആണ്. കണ്ട, നല്ല സോഫ്റ്റ് ആണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ലതാ കേട്ടോ. ഗോതമ്പ് പൊടിയുടെയും മൈദയുടെയുമായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്, അതേ ഉള്ളൂ. ഇതിന് ഗോതമ്പ് പൊടിയുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, അല്ലാതെ കേക്കിന്റെ അതേ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. ഓവനും വേണ്ട, മുട്ട വേണ്ട. നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലുള്ള കുക്കറിലോ പാനിലോ ഫ്രൈങ് പാനിലോ എങ്ങനെ വേണേലും വെച്ച് കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.